Hello guys, welcome back to Salmon Vision. Yes, we are on a trip. ஸோ நாங்கள் கோயிலுக்கு தான் போகிறோம். திருச்செந்தூர் முருகர் கோயிலுக்கு. நாங்கள் கல்யாணத்துக்கு முன்னாடி போகணும்னு நினச்சது இப்போ ஒரு குட்டி முருகனோடவே போகிறோம். യെസ്, മുരുകൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ബാംഗ്ലൂരിൽ ഞങ്ങൾ മാക്സിമം ട്രെയിൻ ബോർഡ് ചെയ്തിട്ടുള്ളത് ബാനസ്വാടി അല്ലെങ്കിൽ KR പുരം, കൃഷ്ണരാജപുരം അല്ലെങ്കിൽ മെജസ്റ്റിക്. മാക്സിമം ഈ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ ബോർഡ് ചെയ്തിട്ടുള്ളത്. ബട്ട് ദിസ് ടൈം വി ആർ ബോർഡിങ് ഫ്രം എ ഡിഫറെൻറ്റ് സ്റ്റേഷൻ. അതുമല്ലാതെ ഈ സ്റ്റേഷൻ വന്നിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ദെയർ സ്പെഷ്യാലിറ്റീസ്. സോ ആ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി എയർ കണ്ടീഷൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. അതായത് SMVT റെയിൽവേ സ്റ്റേഷൻ, സാർ M വിശ്വേശ്വരയ്യ ടെർമിനൽസ്. അപ്പോൾ ഇതിൽ ഏകദേശം അതായത് പാർക്കിംഗ് തന്നെ ഏകദേശം ഒരു 900 ബൈക്സ് അത്ര പാർക്ക് ചെയ്യാൻ പറ്റും. അറൗണ്ട് 500 കാർസ് പാർക്ക് ചെയ്യുക. അങ്ങനെ അത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 513 crores ആണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനുള്ള ഒരു ബ്രഹ്മാണ്ടം നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്രഹ്മാണ്ടം മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ 7 പ്ലാറ്റ്ഫോംസ് ആണ് മൊത്തമായിട്ടുള്ളത്. ഏകദേശം ഒരു 28 ട്രെയിൻസ് ആണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതും ഇവിടെ നിന്ന് ടെർമിനേറ്റ് ആവണതും. അപ്പോൾ ആകമൊക്കെ ഒരു നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തിരക്കാണ്. നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആ ഫീൽ ആവുന്നുണ്ട്, ഇഷ്ടംപോലെ തിരക്കാണ്. പിന്നെ മെജസ്റ്റിക്കിൽ നിന്ന് കുറച്ച് ട്രെയിൻസ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ടെർമിനേഷൻ മാറ്റി ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. മൊത്തം തിരക്ക് ഒരേ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാതെ മാറ്റി മാറ്റി കൊടുക്കണത്. പക്ഷെ ആകുമ്പോൾ നല്ലൊരു ഫീൽ ആവുന്നുണ്ട്. ட்ரெயின் ஸ்டார்ட் ஆயிடுச்சு. நைட் ட்ராவல் தான் அதிகமாக நாங்கள் ட்ரெயினில் பண்ணியிருக்கோம். ஸோ நைட் ஏறினோடனே அவனுக்கு எப்படி வீட்டில் சாப்பிட வச்சு நைட்டில் ஏறி தூங்க வச்சுருவோம். ஒரு ½ ஹவர்க்குள்ளேயே தூங்க வச்சுருவோம். ஆனால் இந்த டைம் வந்து ஈவினிங் இருந்தங்காட்டி அவனுக்கு ஒரே கன்ஃபியூஷன். ஏறினோடனே வந்து தூங்கலாம் அப்படிலாம் சொன்னான். பட் இப்போ வந்து ஸ்நாக்ஸ் எல்லாம் கொடுத்து கொஞ்சம் செட் ஆக்கி வெளியெல்லாம் வேடிக்கை பார்த்துட்டு இருக்கிறதுனால அப்படியே கொஞ்சம் அமைதியாக இருக்கான். எவ்வளோ நேரத்துக்கு இது இப்படி போகும்னு தெரியல. ஆனால் இப்போ கொஞ்சம் பெரிய பையன் ஆயிட்டான். ஸோ அதனால சமாளிக்கலாம்னு நினைக்கிறேன். குட்டி பையனா? பிக் பாயா ஸ்மால் பாயா? மாயோ ஸ்மால் பாயா? நீங்கள் பிளானட்ஸ் சொல்லு. So good morning guys, it's next day, so we are going to reach Tirunelveli junction. So നമ്മൾ ഓൾറെഡി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ നമ്മൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. Also the train is on time. തള്ളിയോ രാവിലെ എത്തി കഴിഞ്ഞതും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്നിട്ട് ഒരു അടിപൊളി ചായ കേട്ടോ.
നല്ല സൂപ്പർ ചായയാണ്. ഇവിടെ വന്നാൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി തിരുനെൽവേലിയിൽ നിന്ന് തിരുച്ചെന്തൂരിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആയി. ഞങ്ങൾ ട്രെയിൻ ബോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ട്രെയിൻ വന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതാണ്. തിരുനെൽവേലിയിൽ നിന്ന് തിരുച്ചെന്തൂർ വരെ പോകുന്ന ട്രെയിനാണ്. ഇവിടെ നിന്ന് 7:25 സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരെ മാക്സിമം ഇത് 4th പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ കയറിയിരിക്കുന്നതാണ് നല്ലത്. സോ ഗൈസ്, ഫൈനലി വി ഹാവ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ. യെസ് ഗൈസ്, തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. സോ ഇവിടെ നിന്ന് അമ്പലത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. സോ ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യാബ് ബുക്ക് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ഷെവർലെ ടവേറയാണ് കിട്ടിയത്. അതുകൊണ്ട് എല്ലാവരും ഒരു ഇതിൽ കുത്തി നിറച്ച് ഒരു വൻ വൈബിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, വി ആർ അബൌട്ട് ടു റീച്ച്. ഞങ്ങൾ ഓൾറെഡി അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ലോഡ്ജൊക്കെ. അപ്പോൾ അതുകൊണ്ട് നേരെ ഇറങ്ങിയതും ഒന്ന് ഫ്രഷനപ്പായിട്ട് നേരെ അമ്പലത്തിൽ പോവുക. ഒന്നില്ലെങ്കിൽ അമ്പലത്തിൽ പോകണം, ഇല്ലെങ്കിൽ കടലിൽ കുളിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്ലാന്. ഹലോ ഗൈസ്, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ റൂമിൽ ഫ്രഷനപ്പായിട്ട് ഇനിയിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്, മുരുകനെ കാണാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ മേജർ പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് തൊഴണം, മുരുകനെ കാണണം, നന്നായിട്ടൊന്ന് തൊഴുതിട്ട് അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഞങ്ങൾക്കൊരു നേർച്ചയുണ്ട്. അതായത് ഇവിടുത്തെ ഒരു ഗോൾഡൻ ചാരിയറ്റ് എന്ന് പറയും, തങ്കത്തേര് വലിക്കുന്നത്, അതൊരു നേർച്ചയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കടലിൽ കുളിക്കണം. അത് നമുക്ക് ആവുന്നോളം, അത് മതി വരാത്തോളം നമുക്ക് കടലിൽ കുളിക്കണം. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മേജർ പ്ലാൻ.
ഗൈസ് അപ്പോൾ തൊഴുത് കഴിഞ്ഞു. അപ്പോൾ മനസ്സ് നിറയെ മുരുകനാണിപ്പോൾ. മുരുകനെ നന്നായി കണ്ടു, നന്നായിട്ട് തൊഴുതിട്ട് പുറത്ത് വന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഉള്ളിൽ കാണിക്കാൻ പറ്റുമല്ലോ, ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഉള്ളിൽ കാണിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് നേരെ കടലിൽ കുളിക്കാൻ വരും. കടലിൽ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ നേർച്ചയുള്ള ഞങ്ങളുടെ ഓഫറിങ് തങ്കത്തേര് വലിക്കണത്. ഗൈസ് അപ്പോൾ ഓഫറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ബീച്ചിൽ അങ്ങനെ ചില്ല് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പോവുക, ഡിന്നർ കഴിക്കുക, റൂമിൽ പോയി കിടന്നുറങ്ങുക. ബിക്കോസ് ട്രെയിൻ അടുത്ത ദിവസമാണ്, അതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല.
ഗൈസ് ചൂട് എന്ന് പറഞ്ഞാൽ അസാധ്യ ചൂടാണ്. ഏത് കൂടെയൊക്കെ വേർപ്പൊഴുകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഇങ്ങനെ കിക്ലിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നു, നന്നായിട്ട് തൊഴുതു, മുരുകനെ നല്ല അടുത്ത് നിന്ന് തന്നെ കണ്ടു. അറിയണ ആളുള്ളതുകൊണ്ട് നമുക്ക് മുമ്പിൽ തന്നെ നിന്ന് പോയി കാണാൻ കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ 100 രൂപ ടോക്കൺ എടുത്തിട്ടാണ് കേട്ടോ കണ്ടത്. അതായത് നല്ല തിരക്കുണ്ട്, അതായത് സമ്മർ വെക്കേഷൻ അല്ലേ. கூட்டம் ஜாஸ்தி இருக்கனால பசங்களை வச்சுட்டு எப்படி நிற்க போகிறோம்னு நினச்சோம். பட் ஸ்பெஷல் கியூ இருந்தனால நாங்கள் அதில் போயிட்டோம். கூட்டமும் நேற்று ஸ்பெஷல் கியூக்கு கொஞ்சம் கம்மியாக தான் இருந்துச்சு, அதனால நாங்கள் சீக்கிரம் சாமி பார்த்துட்டோம். ரொம்ப பக்கத்துலேயும் பார்த்தோம். ஸோ ரொம்ப சந்தோஷம். പിന്നെ കടലിൽ നന്നായിട്ട് കുളിച്ചു. കടലിൽ ഒരു 2 പ്രാവശ്യം വൈകുന്നേരം വന്ന് വൈകുന്നേരവും നന്നായിട്ട് കുളിച്ചു, ഇന്ന് രാവിലെയും കുറേ നേരം കുളിച്ചു. അപ്പോൾ അതുകൊണ്ട് കടലിൽ നല്ല ആർമായിച്ചു എന്ന് പറയാം. ஸ்விம்மிங் தெரியாது, அதனால கொஞ்சம் பயமாக தான் இருக்குது. പക്ഷേ ഇവിടുത്തെ കടലിൽ അത്ര ഡേഞ്ചർ ഇല്ല എന്നാണ് പറയണത്. എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് ഒരു ലെവൽ വരെ പോയിട്ട് അങ്ങനെ കളിച്ചിട്ട് വരിക. പിന്നെ മായനും നന്നായിട്ട് കടലിൽ കുളിച്ചു. மண்ணில் நல்லா விளாண்டு കടലിൽ എപ്പി വിളയാണ്ട് സീൽ എപ്പി വിളയാണ്ട്. പിന്നെ വേറൊരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അതായത് ഞാൻ വന്നിട്ട് ഞങ്ങൾ വർഷം വരുന്നതാണ് തിരുച്ചെന്തൂരിക്ക്. പക്ഷെ ഇപ്പോൾ വന്നിട്ട് ഒരു 4-5 വർഷമായി. പക്ഷേ ശരിക്കും ഒരു 1 സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ഐ എം മിസ്സിങ് ദ ഓൾഡ് തിരുച്ചെന്തൂർ. അതായത് ആ പഴയ തിരുച്ചെന്തൂരിൻ്റെ ആ ഒരു എപ്പിക് ടോണുണ്ട്. ഒരു എന്താ ചുറ്റുമുള്ള കടകളും ദേവസ്വം കോട്ടേജസും അങ്ങനെയുള്ള ഒരു എപ്പിക് ഒരു ലുക്കുണ്ട്. ആ ലുക്ക് നമ്മൾ മിസ് ചെയ്യുന്നു പറയാം. എന്താ വെച്ചാൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ തന്നെ കിട്ടുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പം മൊത്തം പുറത്തൊക്കെ ഷീറ്റ് ഇട്ടിട്ടാണ് അവർ സറൗണ്ട് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇടയിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു കോൺക്രീറ്റ് വാള് തകർന്നു പോന്നിട്ട് 2 പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മൊത്തം ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പഴയൊരു ഇത് നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മൊത്തം ഇപ്പോൾ പുതിയ ലോഡ്ജൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞ് പോകാൻ പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തിരുനെൽവേലി പോയിട്ട് വേണം ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ കാണാൻ. ഗൈസ് ആരും പേടിക്കണ്ട, ട്രെയിൻ സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരുച്ചെന്തൂർ സ്റ്റേഷനെത്തി, റെയിൽവേ സ്റ്റേഷനെത്തി. അപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി. 4:35 ആണെന്ന് തോന്നുന്നു ട്രെയിന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഏർലി ആയിട്ട് തന്നെ എത്തി. പക്ഷേ സംഭവം എന്താ വെച്ചാൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ സീറ്റ് അവിടെ ഇവിടെ ആക്കിയിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലിരുന്ന് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഉള്ളിൽ നിൽക്കാൻ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇവിടെ നിന്ന് നേരെ തിരുനെൽവേലി പോയിട്ട് അവിടെ നിന്ന് ബാംഗ്ലൂരിന് ട്രെയിൻ. ബൈ ബൈ തിരുച്ചെന്തൂർ, സി യു നെക്സ്റ്റ് ഇയർ.